Good morning students. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി നോക്കാം. സോ വേവ്സിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിരുന്നു. അതായത് വേവ്സിൽ വെലോസിറ്റി ഓഫ് സൗണ്ടാണ് ഞാൻ പറഞ്ഞത്. നൗ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഹാപ്പൻസ് ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ എർത്ത്സ് അയണോസ്ഫിയർ. സോ EM waves in അയണോസ്ഫിയർ അതെന്താണ് ഉള്ളത് നോക്കി നോക്കാം. അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ അയണോസ്ഫിയർ അതിൻ്റെ ഡിസ്പെർഷൻ റിലേഷൻ ഈസ് ഗിവൺ ബൈ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ k square, where c is the velocity of light. And omega p equal to 2 pi nu p is the angular frequency of oscillations of electrons in plasma. സോ അയണോസ്ഫിയറിൽ നമുക്കറിയാം കൂടുതലും ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. സോ ഇതിനകത്തൊരു ഇങ്ങനെയുള്ള ഇതിനകത്ത് ദേ ആർ കോൾഡ് പ്ലാസ്മ. സോ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ വെറും ഒരു അയണൈസ്ഡ് ഗ്യാസിനെ പ്ലാസ്മ എന്ന് പറയില്ല. അപ്പോൾ അതിന് കുറച്ച് റിലേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ നോക്കണ്ട. ആൻഡ് ലൈക്ക് അവിടെയുള്ള ആ പ്ലാസ്മയ്ക്ക് ഒരു പ്രത്യേക ഓസിലേഷൻസ് ഉണ്ട്. സോ ദേ ആർ കോൾഡ് പ്ലാസ്മ ഓസിലേഷൻസ്. ആ പ്ലാസ്മ ഓസിലേഷൻസിൻ്റെ ഫ്രീക്വൻസിയാണ് ഇവിടെ വന്നിട്ടുള്ള ഒമേഗ പി. നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്പെർഷൻ റിലേഷനിൽ ഈ ഒമേഗ എന്നുള്ളതിന് ദർ ഇസ് എ കട്ട് ഓഫ് ഫ്രീക്വൻസി. സോ നമുക്കതിനകത്ത് അയണോസ്ഫിയറിനകത്ത് ഇപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. സോ ഫോർ ഡ്രൈവിംഗ് ഫ്രീക്വൻസീസ് ഒമേഗ എബവ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ പി. ഇതിൽ അയണോസ്ഫിയർ വിൽ ആക്ട് ആസ് എ ഡിസ്പെർസീവ് മീഡിയം. സോ ഫോർ ഡ്രൈവിംഗ് ഫ്രീക്വൻസീസ് ഗ്രേറ്റർ ദാൻ ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ പി ദിസ് വിൽ ആക്ട് ആസ് എ അയണോസ്ഫിയർ ഈസ് എ ഡിസ്പെർസീവ് മീഡിയം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് ഒരു ഡിസ്പെർസീവ് മീഡിയം എന്നുള്ളത്. സോ ഡിസ്പെർസീവ് മീഡിയം എന്താണ് അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആൻഡ് ദസ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ അതിനകത്ത് ഡിസ്പെർസീവ് മീഡിയം ആയതുകൊണ്ട് തന്നെ ദേ ആർ സൈനുസോയിഡൽ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സോ ദ ഫേസ് വെലോസിറ്റി ഓഫ് എ ട്രാവലിംഗ് വേവ് ഓഫ് ഫ്രീക്വൻസി ഒമേഗ ഈസ് ഗിവൺ ബൈ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ വി ഫൈ എന്നിടുന്നു. വി ഫൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ. സോ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഈ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ഒമേഗ പി സ്ക്വയർ ബൈ കെ സ്ക്വയർ. പക്ഷേ ഈ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം കാണാൻ പറ്റും. പ്രശ്നമല്ല, ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ദിസ് വെലോസിറ്റി എക്സീഡ്സ് സി. അതായത് വാക്യൂം വെലോസിറ്റി ഓഫ് ലൈറ്റിനേക്കാൾ കൂടുതലാണ് ഇവിടെയുള്ള ഒരു ഫേസ് വെലോസിറ്റി. സോ ഫേസ് വെലോസിറ്റി എക്സാക്ട്ലി ദിസ് ഡസ് എക്സീഡ് സി. പക്ഷേ ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് കോൺഫ്ലിക്ട്സ് വിത്ത് ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, അത് കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. സോ അത് മറ്റൊരു രീതിയിലാണ് ഇതിൻ്റെ ഫേസാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം. എന്താണ് ഫേസ് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ സി എന്നുള്ള മീനിങ് അതിനകത്ത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ ഹിയർ ദ ഫേസ് വെലോസിറ്റി of V phi square is equal to omega square by k square. But we know that omega square എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള ഈ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ദിസ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ഒമേഗ പി സ്ക്വയർ ബൈ കെ സ്ക്വയർ വിച്ച് എക്സീഡ് സി. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ സി. പക്ഷേ എക്സാക്ട്ലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ ഇത് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നോക്കി നോക്കാം. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് അതായത് ഇപ്പോൾ സപ്പോസ് ലൈക്ക് ഇഫ് യു സംതിങ് ലൈക്ക് തിങ്കിങ് ദാറ്റ് വെൻ യു ആർ സെൻഡിങ് സം സിഗ്നൽ ഓർ ഇൻഫർമേഷൻ ത്രൂ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, അപ്പോൾ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ ദെൻ ദോസ് മോഡുലേഷൻസ് ആർ നോട്ട് ട്രാവലിംഗ് ബൈ ദ or they are not propagating at phase velocity, but instead they are moving at a different velocity called group velocity.
സോ എന്താണ് ഈ ഫേസ് വെലോസിറ്റി എന്നുള്ളതിനെ പറ്റിയിട്ട്, ഫേസ് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ സി എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. സോ ദ സോഴ്സ് ഓഫ് ദ ട്രബിൾ, അപ്പോൾ അതൊരു അത് അതിനകത്ത് ഒമേഗ പി സ്ക്വയറിലാണ് ഉള്ളത്. അതാ അവിടെ ഡിസ്പെർഷൻ റിലേഷനിലുണ്ട്. സോ ഒമേഗ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ then phase velocity which will be equal to c, that means that would not exceed c. So e constant, this is a return force for an electron per unit displacement, that is the return force on an electron per unit displacement per unit mass. That will lead to free oscillations of electrons in the plasma, and those values are given by 4 pi ne square by m. എന്താണ് ഈ റിട്ടേൺ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അത് ജസ്റ്റ് ലൈക്ക് ദിസ് ഇസ് അനലോഗസ് ടു ഗ്രാവിറ്റേഷണൽ കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതായത് കപ്പിൾ പെൻഡുലത്തിൻ്റെ കേസിലുള്ള ഒരു ഗ്രാവിറ്റേഷണൽ കോൺട്രിബ്യൂഷൻ പോലെയാണ് ഈ റിട്ടേൺ ഫോഴ്സ് വരുന്നത്. സോ കപ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ വി ഹാവ് എ ഡിസ്പെർഷൻ റിലേഷൻ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ബൈ എൽ പ്ലസ് കെ എ സ്ക്വയർ ബൈ എം കെ സ്ക്വയർ. അതൊരു ഏകദേശം നേരത്തെ കണ്ട ഈ അയണോസ്ഫിയറിൻ്റെ പോലെ തന്നെയാണ്. സം കോൺസ്റ്റൻറ്റ് പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു കെ സ്ക്വയർ, അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇഫ് യു ലെറ്റ് കെ ഈക്വൽ ടു 0, അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കിയേക്കാം ലീനിയർ എന്താ പറയുക, ഈ ഒരു ലീനിയർ അറേ ഓഫ് പെൻഡുലത്തിൻ്റെ കേസിലും നമുക്ക് കെ ഈക്വൽ ടു 0 വെച്ച് കഴിഞ്ഞാൽ കിട്ടും. സോ നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റിലേഷൻ്റെ കേസിൽ അറേ ഓഫ് പെൻഡുലത്തിൻ്റെ കേസിലുള്ള phase velocity v phi square is equal to omega square by k square. അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് is equal to g by l k square എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ if you take this quantity as sufficiently small, this can be made greater than the velocity of light. അപ്പോൾ അത് നോക്കി നോക്കാം. അപ്പോൾ അത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്. സോ ആദ്യം അബ്സല്യൂട്ട്ലി ദർ ഇസ് നോ കപ്ലിംഗ്. ഫസ്റ്റ് അസ്യൂം ദാറ്റ് ദർ ഇസ് നോ കപ്ലിംഗ് ബിറ്റ്വീൻ പെൻഡുലംസ്. ദെൻ ഒരു ലോങ് അറേ ഓഫ് പെൻഡുലംസ് എടുത്തു. സോ ദാറ്റ് ദേ ഓസിലേറ്റ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വിത്ത് ദ സെയിം ഫേസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ വേവ് ലെങ്ത്ത്, അതായത് അതിൻ്റെ ഈ പറയുന്നതിൻ്റെ നെക്സ്റ്റ് അതിനകത്തുള്ള ഓസിലേറ്റ് ചെയ്യുന്നതിനകത്തുള്ള ഉണ്ടാകുന്ന വേവ് ലെങ്ത്ത് വിച്ച് ഈസ് ലാർജർ ദാൻ സി ടൈംസ് കോമൺ പീരിയഡ്, അതായത് സി ടൈംസ് ദാറ്റ് പീരിയഡ് ടി. അങ്ങനെ ആകുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. That means there will be a phase velocity greater than c. Okay, so ഈ ഒരു രീതിയിലാണ്, അതായത് ജസ്റ്റ് പാർട്ടിക്കിൾസ് അല്ല ഇവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം, നമ്മൾ പറഞ്ഞ പോലെ റിലേറ്റിവിറ്റിയുടെ പ്രശ്നങ്ങളെല്ലാം മൂവ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ഇതിനകത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ഡിസ്റ്റർബൻസിനുള്ള വേവ് ലെങ്ത്ത്, അതെല്ലാം വെച്ചിട്ട് നമുക്ക് യു ക്യാൻ actually have a phase velocity which exceeds the velocity of light. Okay, that is the important part. So ഇത്രയും കാര്യങ്ങൾ അറിയുമെങ്കിൽ let's check out what will happen for a transmission line. ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ട്രാൻസ്മിഷൻ ലൈൻ ലോ പാസ് ഫിൽറ്റർ. സോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് നോക്കി നോക്കാം. സോ അതിനകത്ത് നമുക്ക്
ഇതിന് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ആർ അസ്യൂമിങ് ഇറ്റ് വിത്ത് എ സിസ്റ്റം ഓഫ് മാസസ് ആൻഡ് സ്പ്രിങ്സ്. സോ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ നമുക്ക് നോക്കി നോക്കാം. സോ ദർസ് എ ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, അങ്ങനെയാണ് പോകും. കപ്പാസിറ്റൻസ് സി എല്ലാറ്റിലും ചാർജസ് ഉണ്ട്. Q1, Q2 അങ്ങനെ എല്ലാറ്റിനും ഇൻഡക്റ്റൻസ് L. ഓക്കെ, സോ ഇതെങ്ങനെ പോവുകയാണെന്ന് വെച്ചാൽ LN എന്ന് പറയും. എല്ലാറ്റിൻ്റെയും ഓരോന്നിൻ്റെ ഡിഫറൻസ് ഉണ്ട് A. ഓക്കെ, so z equal to 0 to infinity. So this z from varies from 0 to infinity. ഓക്കെ, നമുക്കതിനെ ഒരു കപ്പിൾഡ് ഓസിലേഷൻ ഓഫ് സ്പ്രിങ്സ് ആൻഡ് മാസസ് ആക്കി മാറ്റുക. അതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇക്വേഷൻ നേരെ എടുക്കുക. നമ്മൾ നേരത്തെ കിട്ടിയ നമ്മുടെ ഡിസ്പെർഷൻ റിലേഷനിൽ റീപ്ലേസ് K by C inverse A, അതായത് C inverse by A, that means 1 by CA. Mass should be replaced by L by A. അത് രണ്ടും നേരത്തെ മുൻപ് നമ്മൾ കിട്ടിയ ആ ഡിസ്പേർഷൻ റിലേഷൻ, ഒമേഗ സ്ക്വയറിൻ്റെ ഡിസ്പേർഷൻ റിലേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് 4K by M എന്ന് വെച്ചിട്ടുള്ള നമ്മുടെ റിലേഷൻ നമ്മൾ പഠിച്ചിരുന്നു, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്നിട്ട്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 by LC സൈൻ സ്ക്വയർ half KA. അതിനകത്ത് and this relation between the pass band from 0 to omega 0 equal to 1 by 2 root 2 by, sorry, not 1 by 2 numerator വരും, 2 by root LC. അപ്പോൾ ഇതിനകത്ത് നോക്കി നോക്കാം. ഇതിനകത്ത് ഈ സൈൻ സ്ക്വയറിൻ്റെ ടേം യു ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ആസ് ഹാഫ് KA ഇഫ് ദിസ് ടേം, അതായത് അതിനകത്ത് ഒരു ലോങ് ഫ്രീക്വൻസി ലൈക്ക് വെൻ K ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 അല്ലെങ്കിൽ A ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. K ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ ലോങ് വേവ് ലെങ്ത് ലിമിറ്റ്, A ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലിമിറ്റ് എന്ന് പറയും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദിസ് റിലേഷൻ V phi square will be equal to omega square by K square equal to 1 divided by C by A into L by A. ഇവരിങ്ങനെ എഴുതാനൊരു കാരണമുണ്ട്, അത് നമുക്ക് കുറച്ച് നെക്സ്റ്റ് സെക്ഷനിൽ മനസ്സിലാവും. സോ ദിസ് ഈസ് ദ phase velocity in the case of a transmission line. Okay, so a continuous transmission line phase velocity is the inverse of the square root of the capacitance per unit length times the inductance per unit length. അപ്പോൾ A എന്താണെന്ന് നമുക്ക് കണ്ടു, അതിനകത്തുള്ള ലെങ്ത്താണ്. സോ കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ടൈംസ് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, ആൻഡ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രീക്വൻസി. Independent of frequency എന്ന് പറഞ്ഞാൽ waves of voltage and current are non-dispersive. So voltage and current waves are non-dispersive. Okay. So ഒരു സംശയം വരാം, ഈ ഇതിനകത്തുള്ള ഈ ഫേസ് വെലോസിറ്റി എക്സീഡ് C ആണോ എന്നുള്ളത്. അപ്പോൾ സംശയം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ Lനും Cയുടെയും Lൻ്റെയും വാല്യൂ ആണല്ലോ ഇവിടെ Y phi സ്ക്വയർ. അപ്പോൾ ഈ LCയുടെ വാല്യൂ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ V phi എന്നുള്ളത് ഗ്രേറ്റർ ദാൻ C ആയിക്കൂടെ എന്നുള്ള സംശയം വരാം.
അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നോക്കാം. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ കുറച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത് കണ്ടിന്യൂസ് ആക്കിയിട്ട് തന്നെ പോവാം. പക്ഷേ ഒരു പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈനായിട്ടല്ല വരിക. അതായത് വെറും അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കില്ല വരിക. ഇൻസ്റ്റഡ് ദേ വിൽ ഹാവ് എ കപ്പാസിറ്റൻസ് ആൻഡ് ദേ വിൽ ഹാവ് എ ഇൻഡക്റ്റൻസ്. രണ്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ ഒരു ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെല്ലാം നമ്മൾ പഠിക്കും. ദാറ്റ് ഈസ് C by A is given by 1 divided by 4 log D plus R by R divide. അതേപോലെ L by A is equal to 4 by C square log D plus R by R. ഓക്കെ, ഇങ്ങനെയുള്ള രണ്ട് വാല്യൂ ഉണ്ട്. ഇത് രണ്ടും നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get C by A into L by A is equal to 1 by C square. അല്ലെങ്കിൽ phase velocity of travelling waves of current അല്ലെങ്കിൽ voltage, that is C. Phase velocity is C. ജസ്റ്റ് ഇതൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. നൗ പലതരം ട്രാൻസ്മിഷൻ ലൈൻസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവരുടെ തന്നിട്ടുണ്ട്. ഇതിൽ ഒരു കുഴപ്പമുള്ളത്, ഈ പറയുന്ന എക്സാമ്പിൾസ് എല്ലാം ഇതിൻ്റെ ഒന്ന് ഡെറിവേഷൻ പല കംപ്ലീറ്റ് ഡെറിവേഷൻസും നമ്മൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സ് അത്യാവശ്യം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും കുറച്ചൊന്ന് നന്നായിട്ട് പഠിച്ചാലാണ് ഉള്ളത്. പക്ഷെ അതൊന്നും പഠിക്കാതെ തന്നെ ഓൾറെഡി ഇവർ പല കാര്യങ്ങളും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ചെയ്യാവുന്നത് മാക്സിമം അതിനകത്തുള്ള റിസൾട്ട് അതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഫിസിക്സ് എന്താണ് എന്നുള്ളത് നോക്കാം. സോ വി നീഡ് ടു ജസ്റ്റ് ചെക്ക് അബൌട്ട് പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ. അതിൻ്റെ ഫിഗർ കുറച്ച് ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ. ഞാൻ എന്നാലും കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. ജസ്റ്റ് ഒരു ഇത് രണ്ടിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് G, വിഡ്ത്ത് W. ഓക്കെ, ഇതിൻ്റെ ഒരു തിക്നെസ് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് D0. ഇവിടെ Z ഈക്വൽ ടു 0, ഇത് A. സോ ഇവിടെ ആക്സിസ് ഇങ്ങനെയാണ്, X ആക്സിസ്, ഇങ്ങോട്ട് Y ആക്സിസ്, ആ ഡയറക്ഷനിൽ Z ആക്സിസ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ വേവ്സ് വരുന്നത്. സോ ഒരു പാരലൽ പ്ലേറ്റ് വെച്ചു, Z ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ Z ഈക്വൽ ടു ഇൻഫിനിറ്റിയിലുള്ള കേസിൽ വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം ഇതിനകത്ത്. അതായത് അവിടെ ഇത് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ നമുക്ക് കാണേണ്ട Z ഈക്വൽ ടു 0 ഇതിനകത്തുള്ള പോയിന്റിൽ നിന്നുള്ള പൊട്ടൻഷ്യലാണ് കാണുന്നത്. ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഓക്കെ, സോ നമുക്കതിനകത്ത് കാണേണ്ടത് നോക്കാം. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ പൊട്ടൻഷ്യൽ V of T between the plates at Z equal to 0. ഓക്കെ, അപ്പോൾ അതൊരു കറണ്ട് which furnishes a current I of T which goes in the positive Z direction. ഓക്കെ, Z ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ഈ പ്ലേറ്റ്സ് രണ്ടെണ്ണം കൂടി കണക്ട് ചെയ്യുന്നു എന്നുള്ളൊരു അസംഷൻ ഉണ്ട്. സോ നമുക്കിതെല്ലാം വെച്ച് നമുക്ക് അറിയാവുന്ന റിലേഷൻസ് എല്ലാം വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അറിയാവുന്ന റിലേഷൻ എന്താണ്? Q ഈക്വൽ ടു CV. ഓക്കെ, V ഈസ് ഈക്വൽ ടു EX ഇൻറ്റു G. G എന്നുള്ളത്
ഇതിൻ്റെ തിക്നെസ് അല്ലേ. അപ്പോൾ ഇ എക്സ് ഇൻറ്റു ജി, ഇ എക്സ് ഈക്വൽ ടു 4π ഇൻറ്റു ക്യൂ ബൈ ഡബ്ല്യു എ. ഈ 4π ഇവിടെ കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട, കാരണം ഇതിവിടെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് മുഴുവൻ ഇവരുള്ള എം കെ എസ് യൂണിറ്റിലാണ്. ഈ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നത് എം കെ എസ് യൂണിറ്റിലാണ്. എസ് ഐ യൂണിറ്റിലാണ് വെച്ചാൽ മാറ്റും. ഇപ്പോൾ മൊത്തമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിക്കഴിഞ്ഞാലും നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ അത്യാവശ്യം കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാനിത് തൽക്കാലം എം കെ എസ് യൂണിറ്റ് പ്രകാരം തന്നെ പോവുകയാണ്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ വളരെ ഈസി ആയിട്ട് ഈ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ ക്യൂ ഈക്വൽ ടു സി വി എന്നാണ്. അപ്പോൾ ഇവിടെ സി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇ എക്സ് ഈക്വൽ ടു 4π ഇൻറ്റു ക്യൂ ഈക്വൽ ടു സി വി ബൈ ഡബ്ല്യു എ, വി ഈക്വൽ ടു ഇ എക്സ് ഇൻറ്റു ജി ഇതെല്ലാം കിട്ടും. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സി ബൈ എയുടെയൊക്കെ എഴുതാം, വിച്ച് വിൽ ഗിവ് യു ആസ് ഡബ്ല്യു ബൈ 4πg. നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സി ബൈ എ ഈക്വൽ ടു ഡബ്ല്യു ബൈ 4πg. അപ്പോൾ നമുക്കിവിടെ സി ബൈ എയുടെ വാല്യൂ കിട്ടി. അടുത്തത് കാണേണ്ടത് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് എൽ ബൈ എ. അപ്പോൾ എൽ ബൈ എ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഇതിനകത്ത് നോക്കി വെക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഇതിനകത്തുള്ള ബോട്ടം പ്ലേറ്റ്, അപ്പോൾ അതൊരു ട്രാൻസ്മിഷൻ ലൈനാണ്. So there's a bottom plate which connected to a positive terminal. Top plate is connected to a negative terminal. So therefore a positive current I flows in the plus Z direction on the bottom plate, and there is a in the negative direction on the top plate. Okay. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇതിനകത്ത് ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവും. സോ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ which is equal to by into ga. y ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, സോ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് നോക്കി നോക്കാം. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു by into ga. The magnetic field by is equal to 4π into I by wc. ഓക്കെ, ഇതെല്ലാം നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ നമുക്ക് കാണാനുള്ളതാണ്. ഞാൻ തൽക്കാലം ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല, കാരണം ഇതിൽ ഓരോ സ്റ്റെപ്പും ഡെറിവേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ മൊത്തം തീരില്ല. സോ ഇവിടെയുള്ള ആ റിസൾട്ട് എനിക്ക് അതുപോലെ എടുക്കുക, കാരണം ഷീറ്റ് കറണ്ട് ഡെൻസിറ്റി വെച്ചിട്ട് നമ്മളിത് ഡിറൈവ് ചെയ്യുന്നതാണ്. കറണ്ട് ഡെൻസിറ്റി പലതരത്തിലുണ്ട്. എന്താണ് സർഫസ് കറണ്ട് ഉണ്ട്. അപ്പോൾ ഷീറ്റ് കറണ്ട് ഡെൻസിറ്റിയുടെ കേസിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. സോ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. സോ ദ സെൽഫ് ഇൻഡക്റ്റൻസ് എൽ ഇൻറ്റു di by dt is equal to 1 by c d phi by dt. രണ്ട് സൈഡും ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു 1 by c ഇൻറ്റു ഫൈ എന്ന് കിട്ടും. ഓക്കെ, ഇത് തൊട്ട് മുമ്പ് കണ്ട ഇക്വേഷൻസ്, അതായത് നേരത്തെ കണ്ടു നമ്മൾ എന്താണ് ഫൈയുടെ വാല്യൂ കണ്ടു. ഫൈ ഈക്വൽ ടു by ഇൻറ്റു ജി എ. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കാം. സോ 1 by c ഇൻറ്റു നേരത്തെ കണ്ടത് by ഇൻറ്റു ജി എ. അപ്പോൾ അവിടെ എൽ ബൈ എ എടുത്താൽ നമുക്ക് കിട്ടും, എ എടുത്താൽ കിട്ടും by ഇൻറ്റു ജി ബൈ ഐ സി എന്ന് കിട്ടും. ഇനി byയുടെ വാല്യൂ ഉണ്ട്, അവിടെ 4π ഇൻറ്റു ഐ ഇൻറ്റു ഡബ്ല്യു സി എന്ന് കിട്ടും. byക്ക് നേരത്തെ ഇവിടെ കണ്ട ഈ വാല്യൂ ഇവിടെയുള്ള ഇതിനകത്ത് ഇതല്ല ഇത് byയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എൽ ബൈ എ ഇസ് ഈക്വൽ ടു 4π ഇൻറ്റു ജി ബൈ സി സ്ക്വയർ ഡബ്ല്യു എന്ന് കിട്ടും. ഓക്കെ, സോ സെൽഫ് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്കിവിടെ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദെൻ വി ഗെറ്റ് വി ഫൈ ആസ് 1 by root of L by A into C by A. കിട്ടാൻ പോകുന്ന ആൻസർ C. ദാറ്റ് ഈസ് ദ ഫേസ് വെലോസിറ്റി ഈക്വൽസ് C for two different. അപ്പോൾ സ്ട്രെയിറ്റ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ള പാരലൽ പ്ലേറ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിലും ഫേസ് വെലോസിറ്റി ഈക്വൽ ആണ്. സോ
ഇതിനകത്ത് ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. ദ ഫേസ് വെലോസിറ്റി ഫോർ എനി ട്രാൻസ്മിഷൻ ലൈൻ കൺസിസ്റ്റിംഗ് ഓഫ് 2 ഐഡൻറ്റിക്കൽ കണ്ടക്ടേഴ്സ്, പാരലൽ കണ്ടക്ടേഴ്സ് ഇൻ വാക്യൂം ഈസ് സി. അതാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്.